കേസുകൾ പിൻവലിച്ചിട്ടില്ല, അഫിഡവിറ്റ് തിരുത്തിയിട്ടില്ല, എം സ്വരാജ് തിരുത്തിയിട്ടില്ല, ആക്ടിവിസ്റ്റുകളെ കൊണ്ടുപോയത് തെറ്റാണെന്ന് ഏറ്റു പറഞ്ഞിട്ടില്ല. പിണറായി വിജയൻ പോലും ശബരിമലയിലെ തന്ത്രിയെ കുറിച്ചിട്ട് പറഞ്ഞത് ആക്ഷേപകരമായ പ്രസ്താവനയാണ്. ഇത് നിരന്തരം നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ ഒരു സുപ്രഭാതത്തിൽ ഈ ശബരിമല ആഗോള സംഗമം നടത്തുന്നു, ഇത് അവിടുത്തെ മാസ്റ്റർ പ്ലാന് വേണ്ടിയിട്ടാണ്, ആലോചന യോഗമാണെന്നൊക്കെ പറഞ്ഞിട്ട് അതും പൊളിഞ്ഞില്ലേ. കസേരകളെ പറയുന്ന ആളില്ലാതെ വരുന്നപ്പോൾ അത് AI ആണെന്ന് പറയാം. AI എന്ന് പറഞ്ഞാൽ ആളില്ലാത്ത കസേര എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതിൻ്റെ അർത്ഥം ഇതിൽ ഈ CPM കണ്ടത് അയ്യപ്പനും കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ആഗോള സംഗമം പൊളിഞ്ഞു പോയത്. അപ്പോൾ ആരെ കൊണ്ടാണ് ഈ സംഗമത്തിലേക്ക് വരുന്നത്? അതായത് ചാവറയച്ചൻ്റെ കാലത്ത്, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികള്, അതുപോലെ നമ്മുടെ എല്ലാ നവോത്ഥാന നായകരും, അയ്യങ്കാളി ഉൾപ്പെടെയുള്ള നവോത്ഥാന നായകര് ഉഴുതുമറിച്ചിട്ട് നവോത്ഥാനത്തിന്റെ വിത്ത് വിതച്ച ഈ കേരളത്തിന്റെ മണ്ണിൽ ഇന്ന് നവോത്ഥാന സമിതിയുടെ ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ. ഗുരുവചനങ്ങളുടെ നേർവിപരീതമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരാളെ ആണ് നവോത്ഥാന സമിതിയുടെ ചെയർമാനാക്കി വെച്ചിരുന്നത്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വർഗീയവാദിയായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ വ്യക്തിയെയാണ് ഞാൻ അഡ്രസ് ചെയ്യുന്നത്. SNDPയുടെ യോഗം ജനറൽ സെക്രട്ടറി എന്നുള്ള പൊസിഷനിങ്. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ വ്യക്തി 80 വയസ്സിനധികമായിട്ടും ഇത്രയും വർഗീയ വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്ന, ഓരോ നിശ്വാസത്തിൽ പോലും കേരളത്തിലേക്ക് ഇതുപോലെ വർഗീയ വിഷം വമ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ കൈ പിടിച്ചുകൊണ്ട് 1-ാം നമ്പർ കാറിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന CPMന്റെ മുഖ്യമന്ത്രി ഇറങ്ങി വരിക, കൈ പിടിച്ച് സ്റ്റേജിൽ കയറ്റുക. ഇത് കേരളത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താ?